ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം തുടങ്ങുന്നത് വീണ്ടും നീട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ നിന്ന് സെപ്റ്റംബറിലേക്ക് അത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ് സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് എന്നാണ്, ഇനിയും വൈകുമോ എന്നുള്ളത്. അപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം UG സെക്കൻഡ് സെമിസ്റ്റർ ഡിഗ്രി എക്സാമിനേഷന് അതെല്ലാവരുടെയും അഫിലിയേറ്റഡ് കോളേജ്, SD, പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ എല്ലാവരുടെയും തുടങ്ങുന്നത് ആദ്യം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 1/8/2023 അതിപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്തിട്ട് 4/9/2023 അഥവാ സെപ്റ്റംബർ 4 മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് 2017-18 അഡ്മിഷൻ മുതൽ അങ്ങോട്ട് എല്ലാവരുടെയും സെക്കൻഡ് സെമ്മിൻ്റെ സപ്ലിമെൻ്ററി റെഗുലർ എക്സാമിനേഷനൊക്കെ ആരംഭിക്കുന്നത് സെപ്റ്റംബർ 9 ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ എക്സാം അത് നീട്ടിവെച്ചു. ഈ 1 ഓഗസ്റ്റ് 1 നിന്ന് അത് സെപ്റ്റംബർ 4 അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് എന്നാണ് വരിക? സെക്കൻഡ് സെമിൻ്റെ റിസൾട്ട് എന്ന് വരും. ഒരുപാട് കുട്ടികൾ സെക്കൻഡ് സെമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞു. ജൂൺ 22 വാല്യുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ, വാല്യുവേഷൻ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് വരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ അവസാനം ആകുമ്പോഴേക്കും റിസൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആഗസ്റ്റിന് മുമ്പ് റെഗുലർ സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് വരും. ഒരു ഓഗസ്റ്റ് 10 അല്ലെങ്കിൽ 12 ആഴ്ചക്കുള്ളിൽ SD വിദ്യാർത്ഥികളുടെ റിസൾട്ടും വരും. അതിൻ്റെ ശേഷം റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ഫെയിലായിട്ടുള്ള കുട്ടികൾക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് സെമ്മിന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റിസൾട്ട് വരുന്നതിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ എക്സാം നീട്ടി വെച്ചിട്ടുള്ളത്. സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം റിസൾട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം കൊടുത്തതിന് ശേഷമാണ് എക്സാം ആരംഭിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 4 മുതൽ എക്സാം ആരംഭിക്കും.